ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് സർപ്രൈസ് ആയിട്ട് ഒരു മലയാള സിനിമ OTT വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് നിരവധി ചിത്രങ്ങൾ OTT വീഡിയോ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ എല്ലാം തന്നെ OTT റിലീസ് അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഫോട്ടോ പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ ചിത്രം മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് ജോസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമയാണ്. 2025 ആദ്യം റിലീസായിട്ടെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ വരുന്ന ഏപ്രിൽ മാസം 11 ചിത്രം OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള സോണി ലൈവ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ട് നമുക്ക് സോണി ലൈവ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ടുള്ള OTT റിലീസ് എന്ന് നോക്കിയാൽ മലയാള സിനിമയായിട്ടുള്ള കപ്പ് എന്ന് പറയുന്ന മലയാള സിനിമയുടേതാണ്. ബേസിൽ ജോസഫ്, മാത്യു തോമസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം റിലീസിലെത്തിയ ചിത്രമായിരുന്നു കപ്പ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസത്തിന് സ്ട്രീമിംഗ് നടത്തുമെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം റിലീസ് ചെയ്യാമെന്ന മറ്റൊരു ചിത്രം ഏതെന്ന് നോക്കിയാൽ എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായിരുന്നു എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന സിനിമ. മഹേഷ് മധുവായിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. മികച്ച കോമഡി എന്റർടൈനർ എന്നുള്ള ലേബൽ സ്വന്തമാക്കിയെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. മാർച്ച് മാസം അവസാനത്തോടുകൂടി ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിൽ 2025 തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ ആവറേജ് വിജയം സ്വന്തമാക്കിയ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോനായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്ന്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. മാർച്ച് മാസം ലാസ്റ്റോടുകൂടി ആമസോൺ പ്രൈം വീഡിയോസ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ സ്ട്രീമിംഗ് നടത്തുന്നു പോകാൻ അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു OTT റിലീസ് അപ്ഡേറ്റ്സ് ആയി നോക്കുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തിൽ ജനുവരി മാസം 31 തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ഒരു ജാതി ഒരു ജാതകം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ നായികയായിട്ട് നിഖില വിമൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. M. മോഹനായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി കാത്തിരുന്ന സിനിമാ പ്രേമികൾക്ക് ഇപ്പോഴത്തെ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഇപ്പോഴത്തെ മഴവിൽ മനോരമ മാക്സ് സ്വന്തമാക്കി എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് വഴി ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 21 28 ആയിട്ട് സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. റഹ്മാൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒമർ ലഡു ആയിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 21 ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയ ചിത്രമാണ് നമ്മുടെ ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ. ചാക്കോച്ചൻ, പ്രിയാമണി, വൈശാഖ് നായർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു അഷ്റഫ് അണിയിച്ചൊരുക്കി ഫെബ്രുവരി മാസം 20 തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ. 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രമായിട്ട് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് വഴി ചിത്രം ഈ മാർച്ച് മാസം 20 സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ കരവിട്ട് കാത്തിരിക്കുന്ന ബാന്ദ്ര, അതോടൊപ്പം തന്നെ രാമചന്ദ്ര ബോസ് ആൻഡ് ഗോ, ഹണ്ട് തുടങ്ങിയ ഭാവന കേന്ദ്ര കഥാപാത്രത്തിൽ ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി എന്നുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ ലഭ്യമായിട്ടുണ്ടെങ്കിലും എത്രത്തോളം ജെനുവിനാണ് അല്ലെങ്കിൽ കൺഫേം ആണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ സിനിമകളുടെയൊക്കെ തന്നെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതിനായിട്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയെന്ന് നോക്കുകയാണെങ്കിൽ ഒരുമ്പട്ടവൻ എന്ന് പറയുന്ന മലയാള സിനിമയാണ്. വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ഒരുമ്പട്ടവൻ എന്ന് പറയുന്ന സിനിമ. എന്നാൽ തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. മികച്ച അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി, ജോണി ആന്റണി തുടങ്ങിയവരായിരുന്നു. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സുഗീഷ് ദക്ഷിണകാശിയായിരുന്നു. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നെങ്കിലും ചിത്രത്തിന് മികച്ച അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം മനോരമ മാക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് വഴി ഒരുമ്പട്ടവൻ ഒരു സാധാരണക്കാരൻ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.